അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. നല്ല കറുമുറയായിട്ടുള്ള പൊട്ടിയപ്പമാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. പല ടൈപ്പിൽ നമുക്ക് ഈ പൊട്ടിയപ്പം ഉണ്ടാക്കാം. മൈദയും തരിയും കൂട്ടിയിട്ട് റവയും കൂട്ടിയിട്ട് ഉണ്ടാക്കാം, വെറും മൈദ മാത്രം വെച്ചിട്ടുണ്ടാക്കാം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയത് മൈദയും റവയും കൂട്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഞാൻ 1 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പിനടുത്ത് റവയും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട, 2 ടേബിൾ സ്പൂണോളം എള്ള്, 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും നെയ്യും വേണം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഓരോന്നായിട്ടൊരു ബൗളിലിട്ടിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. അപ്പം ഞാനിപ്പം റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മൈദയും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ റവ എടുക്കുമ്പോൾ എപ്പോഴും മൈദനെക്കാട്ടിലും കുറച്ച് കുറഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ 1 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ റവ മതിയാവും. കാരണം നമ്മൾ റവ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പരത്താൻ പറ്റില്ല. ഏറ്റവും നേർമയായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം, എള്ള് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എള്ളിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്, അതിൽ 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. പറയാത്ത 1-2 കാര്യങ്ങളും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം അപ്പക്കാരം ചേർത്ത് കൊടുക്കാം, ഒരു 2 ടീസ്പൂണോളം ഓയിലും ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായി കൈകൊണ്ട് തിരുമ്മി എടുത്തിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് കുഴച്ചെടുക്കാം. ഇത് കുഴക്കുമ്പം വെള്ളം കൂടി പോകരുത്. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ഈ മുറുക്ക് പെട്ടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പം വെള്ളം കുറച്ച് ഇട്ടിട്ട് തിരുമ്മി വേണം കുഴച്ചെടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് നന്നായി ലൂസായി പോകും. പിന്നെ നമ്മൾ പൊടിയിട്ടുകൊണ്ട് ടൈറ്റാക്കേണ്ടി വരും. അപ്പം നമ്മൾ അളവിന് കൂടുതലായി പോയാലും ശരിയാവില്ലല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. മാത്രമല്ല ഇത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ കുടിച്ചു പോകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. ഒരുപാട് ടൈറ്റായാലും ഇത് പരത്താനും ബുദ്ധിമുട്ടായിരിക്കും, മുറിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഇട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ അടച്ചു വെക്കാം. അപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണമെന്നില്ല. കുഴച്ചൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഴച്ച് വെച്ച മാവിന്ന് കുറച്ച് മാവെടുത്തിട്ട് ഒരു പൊറോട്ടയുടെ വലിപ്പത്തിലുള്ള ബോളാക്കി എടുക്കാം. ഒരുപാട് വലുത് വേണ്ട, അപ്പോൾ നമുക്ക് ഏറ്റവും നേരിയതായിട്ട് പരത്തിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു പൊറോട്ടയുടെ വലിപ്പത്തിലുള്ള ബോളാക്കി എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് പരത്തിയെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടി വിതറി കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കാം. ഏറ്റവും നേരിയതാക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ. എന്നാലേ ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പെട്ടിയപ്പം കിട്ടുള്ളൂ. നേർമയാവുമ്പം എത്രയും നേർമയാവുന്നു അത്രയും നല്ല ക്രിസ്പി ആയിട്ടുള്ള പെട്ടിയപ്പമാണ് കിട്ടാൻ. അപ്പം പരത്തിയെടുക്കുമ്പം അത് ശ്രദ്ധിക്കുക, നല്ല നേർമയാക്കുക. നേർമയാവാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊടി വിതറി കൊടുത്തിട്ട് പരത്തിയെടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ഇത് നേർമയായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. സാധാരണ പൊട്ടിയപ്പം എന്ന് പറയുന്നത് കത്തി കൊണ്ടോ അല്ലെങ്കിൽ പിസ്സ കട്ടർ കൊണ്ടോ ഒക്കെ ഡയഗണലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഞാനിപ്പോൾ ഇതൊരു മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ലവിൻ്റെ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുത്തു എന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പണ്ടൊക്കെ ഇങ്ങനെ ഗൾഫിലേക്ക് പോകുന്നവർക്ക് പൊട്ടിയപ്പം, കജൂർ, പിന്നെ അതുപോലെ ചുക്കപ്പം ഇതൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. 2 തരത്തിൽ ഇത് ഉണ്ടാക്കും. മധുരം ഇട്ടിട്ടുണ്ടാക്കും, അതായത് സ്വീറ്റ് പൊട്ടിയപ്പം ഉണ്ടാക്കും, സ്പൈസിയും ഉണ്ടാക്കും. സ്വീറ്റ് ആണെങ്കിൽ ഇത് പൊരിച്ചതിന് ശേഷം ചൂടോടെ തന്നെ നന്നായിട്ട് പഞ്ചസാര പാനിയാക്കുക, 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഈ ചൂടിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ അതെല്ലാടെയും അങ്ങനെ കട്ട പിടിച്ചിട്ട് ഉറച്ചിട്ട് നല്ലൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണത്. പിന്നെ സ്പൈസി ആണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കായപ്പൊടിയും മുകളിൽ അങ്ങ് വിതറി കൊടുത്തിട്ട് മിക്സാക്കി അടച്ചു വെക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കിയ പാടെ തിന്നാനൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതും മുറുക്കുമൊക്കെ തിന്നണമെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞാലേ ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പം ഞാനിപ്പം ഇതിങ്ങനെ കുറേ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് അധികം ആയാൽ നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടി വിതറുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കൂല. അപ്പം ഞാനിപ്പോൾ ഇത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന സൈഡിലൊക്കെ ഉള്ള ആ പാർട്സൊക്കെ നമുക്കിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് അത് വേറെ തന്നെ ഒരു ബോളാക്കിയിട്ട് പിന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതിപ്പം ഞാനിങ്ങനെ ഒരു ലെവലാക്കിയിട്ടങ്ങ് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഒരു മുറത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലൊക്കെ വെക്കുമ്പം കുറച്ച് പൊടി അങ്ങനെ അങ്ങ് തൂവി കൊടുത്താൽ മതി, ഒന്ന് വിതറി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി ഇതിപ്പം നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം അവിടെ പരത്തുന്നപ്പോഴേക്കും ഉമ്മ ഇവിടെ എണ്ണ വെച്ചത് അങ്ങ് കുറേ അങ്ങ് പൊരിച്ചെടുക്കുന്നുണ്ട്.
എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചതും സെപ്പറേറ്റ് ആയിട്ട് നിന്നോടും. ഇത് ഞാൻ ഇന്നലെ മുറുക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടായിരിക്കണം എണ്ണ. എന്നിട്ട് അതൊന്ന് മീഡിയം ആക്കി വെച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ ചൂടില്ല എന്നുണ്ടെങ്കിൽ ഇത് എണ്ണ കുടിച്ചു പോകും. അപ്പം വെറുതെ എണ്ണയിൽ കിടന്നു കഴിഞ്ഞാൽ എണ്ണ അങ്ങ് കുടിച്ചു പോകാന്നല്ലാണ്ട് പൊരിഞ്ഞു കിട്ടൂല. പൊതുവേ ഏത് സ്നാക്സ് ആയാലും നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എണ്ണ നന്നായിട്ട് ചൂടായി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതങ്ങ് എണ്ണയിലിട്ട് കൊടുക്കാം. എന്നിട്ട് ചൂട് കുറച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ, ഉള്ളൊക്കെ വെന്ത് കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുമ്പോഴും ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ കോരി മാറ്റണം. അങ്ങനെ ഞാനിപ്പോൾ ഒരു സെറ്റ് അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണയിൽ നമ്മൾ പൊടി വിതറിയിട്ടാണല്ലോ ഇതിങ്ങനെ പരത്തിയെടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ എണ്ണയുടെ കളറൊന്ന് മാറി വന്നത് കേട്ടോ. എണ്ണയിലേക്ക് ആ പൊടിയൊക്കെ ഇറങ്ങിയിട്ടുള്ള കളറാണിത്. അങ്ങനെ ഞാനിപ്പം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുടഞ്ഞു കൊടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ചേർക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ്. ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടാണ് കുഴച്ചത്, എന്നാലും ആ ഒരു ഉപ്പിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പും കുറച്ച് കായവും കുറച്ച് മുളക് പൊടിയും നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കാം. എന്നിട്ട് ഓരോ പൊരിക്കുന്ന സമയത്തും ഇത് കുറച്ച് കുറച്ചായിട്ട് വിതറി കൊടുക്കാം. ഒരുമിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ആ ചൂടിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് കുലുക്കിയെടുക്കാം. നന്നായിട്ട് ഇതൊന്നങ്ങ് കുലുക്കി മിക്സ് ആക്കിയെടുക്കാം. പിന്നെ ഈ പൊടികളൊന്നും ഒരുപാടങ്ങ് കൂടിപ്പോരുത് കേട്ടോ. ഉപ്പായാലും കായപ്പൊടി ആയാലും മുളക് പൊടി ആയാലും ഒരുപാട് കൂടിപ്പോയാലും ഒരു കയ്പ്പടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കണക്കാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഞാനങ്ങനെ ഷേപ്പാക്കിയിട്ട് പരത്തി, ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ പിസ്സ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നേർമയായി പരത്തിയിട്ട് നീളത്തിൽ ഇതേപോലെ ലൈൻസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെരിച്ചിട്ടൊന്നങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഡയമണ്ട് കട്ട്സ് എന്നും പറയും കേട്ടോ. അങ്ങനെ പറയാറുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഇത് പരത്തുമ്പം അടിയിൽ എന്തായാലും, അതായത് തറയിൽ കുറച്ച് പൊടി വിതറി കൊടുത്തിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് തറയിൽ തന്നെ അവിടെ പറ്റിപ്പിടിച്ച് പോവും. പിന്നെ അത് വീണ്ടും ഒന്ന് കുഴച്ചെടുത്തിട്ടൊക്കെ പരത്തേണ്ടി വരും. അപ്പോൾ അത് ഈ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ എന്തായാലും പരത്താനും പൊടി വിതറണം, പിന്നെ അതുപോലെ തറയിലും പൊടിയങ്ങ് വിതറി കൊടുക്കണം. ഇതിപ്പം പൊടി വിതറിയത് കൊണ്ട് നന്നായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതും എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സ്പൈസിയാണ് ഉണ്ടാക്കിയത്. നമുക്ക് വേണമെങ്കിൽ സ്വീറ്റ് ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചസാര നന്നായിട്ട് പാനിയാക്കിയിട്ട് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, അതായത് ഒരു നൂൽ പരുവം നന്നായിട്ട് ഒട്ടി വരുന്ന സമയമായാൽ ഞാനിപ്പോൾ മുളകിൻ്റെ മിക്സ് ഇട്ടതുപോലെ തന്നെ പഞ്ചസാര പാനിയാക്കിയിട്ട് അങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് കുലുക്കിയെടുത്താൽ മതി. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആ ഒരു പഞ്ചസാര കിട്ടുമ്പം നല്ല ടേസ്റ്റാണ് കടിക്കാനും തിന്നാനും ഒക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. പുതിയ റെസിപ്പീസുമായി നമുക്കിനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം ഐമൻസ് കിച്ചൻ. താങ്ക് യു.